അസ്സലാമു അലൈക്കും. ദിയോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു പനീർ മസാലക്കറി ആയിട്ടാണ് കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണ് തൈര്, കുറച്ച് കാഷ്നട്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ ഇതിൽ കഷ്ണങ്ങളൊന്നും പെടാൻ പാടില്ല. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ അതാ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കരുത്, ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. 1 നുള്ളു ഉപ്പും പനീറും ചേർത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത്, അപ്പോൾ പനീർ പെട്ടെന്ന് ഹാർഡായി പോവും. ഇപ്പോൾ അതാ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെയാണ് കേട്ടോ അടുത്തത് ചെയ്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴണ്ടി കിട്ടണം കേട്ടോ. അത്യാവശ്യം നന്നായി വഴണ്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ദാ സവാളൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ ബാക്കി ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതുവരെ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തള വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ പനീർ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അതാ ഇത് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ടിട്ട് കുത്തി ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ പനീറാകെ പൊടിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണിൽ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പനീർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.